ബലിപെരുന്നാളൊക്കെ കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ വീട്ടിലും ആകെ ഒരു ബീഫും മയായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പെഷ്യൽ കോംബോ നോക്കിയാലോ. 1/2 കിലോഗ്രാം ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു സവാളയും ഒരു തക്കാളിയും അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 3 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ വരെ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. റെസ്റ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയും 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് നന്നായി വേവുന്നത് വരെ ഒന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. 5 6 വിസിൽ വരെ മതിയായിരിക്കും കേട്ടോ. ഇനി ഒരു മൺചട്ടിയിലേക്ക് 15 ചെറിയ ഉള്ളി, 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കുറച്ചധികം കറിവേപ്പില, 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് വെള്ളം ഒഴിവാക്കി ബീഫ് മാത്രം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് അടച്ചു വെച്ച് വേവിക്കാം. നന്നായി തിളച്ച് എണ്ണ മുകളിൽ വരുമ്പോൾ വാങ്ങി വയ്ക്കാം. ഈ ബീഫ് റോസ്റ്റിൻ്റെ കൂടെ നിങ്ങൾക്ക് നല്ല നൈസ് പത്തിരിയാണോ അതോ ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരിയാണോ ഇഷ്ടം?